ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ദയയുടെ വീഡിയോ അങ്ങ് വൈറലാവാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ അത് കണ്ടത് പണ്ട് അനുപമയുടെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്ത് വൈറലാക്കിയ ആ സ്നേഹ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്നേഹ പെട്ടെന്ന് തന്നെ അനുപമയെ കോൾ ചെയ്യുകയാണ്. ഇതേ സമയത്ത് അനുപമയും ഇന്ദ്രനും കൂടെ ബെഡ്റൂമിൽ നാളെ പ്രചരണത്തിനൊപ്പം പോകണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇനിയിപ്പം എന്തായാലും പാർട്ടിക്കാരും അമ്മയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങും, പിന്നെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അമ്മയുടെ കൂടെ ഇനി ഇറങ്ങുന്നുള്ളൂ എന്നൊക്കെ അനുപമ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ എന്തായാലും കുറച്ച് പൈസയൊക്കെ കരുതി വെച്ചോ, എല്ലാ കാര്യത്തിനും പാർട്ടി തരുന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്തായാലും ഇറങ്ങിയില്ലേ, ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് ഇന്ദ്രനും പറയാം. അപ്പോഴാണ് സ്നേഹയുടെ കോള് അനുപമയുടെ ഫോണിലേക്ക് വരുന്നത്. അനുചേച്ചി കിടന്നായിരുന്നോ? ഇല്ല. എന്താ സ്നേഹ? ഒരു വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വിളിച്ചത്. പറഞ്ഞോ എന്തായാലും. അത് അനുചേച്ചി, നമ്മളന്ന് ഇട്ടില്ലേ ആ ഒരു വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ സ്നേഹ, ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ, പിന്നെ അവരവരുടെ അഭിപ്രായം അവർക്ക് രേഖപ്പെടുത്താമല്ലോ. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ പങ്കിടുമ്പം അതിന് നെഗറ്റീവും ആയിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കമൻറ്റുകൾ വരുന്നത് സ്വാഭാവികമല്ലേ. അയ്യോ എൻ്റെ ചേച്ചി ഇത് അതുപോലെയില്ല, ചേച്ചിയെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആരോ മനഃപൂർവ്വം ഇട്ടൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങാനും കയറി വൈറലായാൽ ആകെ പ്രശ്നമാവും. അല്ല, അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ആ വീഡിയോയിലുള്ളത്? കാര്യങ്ങളെല്ലാം അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ചേച്ചിക്ക് അയച്ചിട്ടുണ്ട്, ചേച്ചി ഒന്ന് നോക്കുമെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സ്നേഹം ഫോൺ വെക്കുകയാണ്. അനുപമ ഇന്ദ്രനോട് കാര്യം പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ആ ഒരു വാട്സപ്പിൽ സ്നേഹ അയച്ച മെസ്സേജ് നോക്കിയിട്ട് അത് ഓൺ ചെയ്യുകയാണ് കേട്ടോ. ഓൺ ചെയ്തതും മറ്റാരെയല്ല, തൻ്റെ പുന്നാരനിയത്തി ദയയുടെ തിരുമുഖം തന്നെയാണ് അനുപമ കാണുന്നത് കേട്ടോ. അതോടുകൂടി തന്നെ നമ്മുടെ അനുപമയ്ക്ക് ഏകദേശം ഉറപ്പായി. കാരണം ദയാണല്ലോ, വാ പോയ കോടാലി പോലെയാണ് ദയയുടെ നാവ്. അതുകൊണ്ട് എന്ത് വേണേലും അവൾ വിളിച്ചു പറയുന്നറിയാം. മാത്രമല്ല എല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സുശീല എന്ന് പറയുന്നത് ആരാണെന്നും അവർ അനുപമ എന്നുള്ള മരുമകളെ എന്തെല്ലാം തരത്തിൽ പീഡിപ്പിച്ചു എന്നും, അനുപമയെ മാത്രമല്ല അവരുടെ വീട്ടുകാരെയും സഹോദരങ്ങളെയും വരെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിച്ചു എന്നുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനുപമ തൻ്റെ ചേച്ചിയാണെന്നും ഇപ്പം എന്ത് കാരണത്താലാണ് ചേച്ചി ഇവരെ ന്യായീകരിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും, എന്തായാലും ചേച്ചി അവരെ ന്യായീകരിച്ചുകൊണ്ട് ഇറക്കിയ ആ വീഡിയോ കാരണം നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഈ സുശീല തള്ളയെ ഒരു സ്ഥാനാർത്ഥിയായി ആക്കാൻ പോകുന്നു എന്നതുമാണ് പുതിയ ചർച്ച. ഇതുപോലെ സമൂഹത്തിനും നാടിനും ദോഷം മാത്രം വരുത്തുകയും സ്വന്തം മരുമകളെ പോലും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സ്ത്രീയെ എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക? അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞത് ഇന്ദ്രൻ പറയാണ്, എന്താണു ഇത്? അയ്യോ ഇന്ദ്രേട്ടാ, എനിക്കൊന്നും അറിയത്തില്ല, ഈ ദേ എന്ത് പണി ഈ കാണിച്ചത്? ഈ വീഡിയോ എങ്ങാനും കയറി വൈറലായ എല്ലാവരും നാണം കെടുമല്ലോ. അല്ല, ഈ വീഡിയോ വൈറലായ പിന്നെ അതല്ല, ആ പാർട്ടിക്കാരെങ്ങനെ ഇത് കണ്ട അമ്മയെ അങ്ങനെ അവർ സ്ഥാനാർത്ഥിയാക്കില്ല കാര്യം ഉറപ്പാണ്. ഇന്ദ്രേട്ടൻ ടെൻഷൻ ആവണ്ട, ഞാൻ ഇപ്പം തന്നെ ദയെ വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ദയാണെങ്കിലോ ഈ സമയത്ത് ഇതിന് വേറെ കമൻറ്റുകളൊക്കെ ഓരോന്ന് വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശബരി ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അനുപമയുടെ കോള് വരുന്നത്. ഫോൺ റിങ് ചെയ്തതും ശബരി തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അനുചേച്ചിയാണല്ലോ എന്ന് ഓർത്ത് ദയക്ക് ടെൻഷൻ ആവാൻ കേട്ടോ. ദയ പെട്ടെന്ന് കട്ടാക്കുകയാണ്. അപ്പോൾ വീണ്ടും അനുപമ വിളിച്ച് അതിൽ ദയ നമ്മുടെ ശബരി എണീറ്റ് കേട്ടോ. എന്താ ദയ, ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? അത് പിന്നെ ശബരിയേട്ടാ അനുചേച്ചിയാണ്. അനുചേച്ചിയോ? എന്നിട്ട് നീ എന്തിനാ കട്ടാക്കുന്നത്? അതും അനുചേച്ചീനെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ടേ വോട്ട് ചോദിക്കാനായിരിക്കും. അതിന് നിനക്കിവിടെ വോട്ടില്ലല്ലോ, നിനക്ക് നിൻ്റെ വീട്ടിലല്ലേ വോട്ടുള്ളത്. അതെ, പക്ഷേ ചിലപ്പോൾ പ്രചരണത്തിന് ഇറങ്ങണമെന്നെന്തോ പറയാനായിരിക്കും. അതിന് നീ എന്തിനാ എടുക്കാതിരിക്കുന്നത്? അത് മോശമല്ലേ? അതിലൊരു മോശമില്ല എന്നൊക്കെ പറഞ്ഞ് ദയ ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ശബരിയാണെങ്കിലോ ഇവക്കിതെന്താന്ന് ഓർത്തിങ്ങാണ്ട് പിന്നെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ താഴോട്ട് പോയപ്പോൾ അനിതേച്ചിനോട് കുറച്ച് വെള്ളം ചോദിക്കുകയാണ് കേട്ടോ ദയ. അങ്ങനെ അനിത വെള്ളം എടുത്ത് കൊടുക്കാൻ പോയ സമയത്ത് വാസന്തി അവിടേക്ക് വന്നു. അപ്പോൾ വാസന്തി ചേച്ചി, നമ്മളെ ചെയ്ത പണി ഏറ്റു എന്നാണ് തോന്നുന്നത്. അനുചേച്ചി എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയാനായിരിക്കും, അത് കണ്ടിട്ടായിരിക്കും അനുചേച്ചി വിളിച്ചതെന്ന് പറയാം കേട്ടോ. എന്നിട്ട് നീ എന്താ ചെയ്തേ? ഞാൻ അറ്റൻഡ് ചെയ്തില്ല.
ആ എന്തായാലും ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ട് കുറച്ചൊക്കെ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല ദയെന്ന് വാസന്തി പറയാട്ടോ. ഓ ആര് പറഞ്ഞാലും ഈ ദയ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ വ്യക്തിത്വത്തിന് ആരും ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. മാത്രമല്ല ഇതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈ കടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദയ പറയാട്ടോ. അതോട് കേട്ടപ്പോൾ നമ്മുടെ വാസന്തിക്ക് ദയെ അങ്ങ് തൊഴുത് നിൽക്കാനാട്ടോ തോന്നുന്നത്. ഇതേ സമയത്ത് 2 വട്ടവും ദയ കട്ട് ചെയ്തതിനെ തുടർന്ന് അനുപമ ശബരീൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ശബരീൻ്റെ ഫോണിലേക്ക് വിളിച്ചതും അനുപമ കാര്യങ്ങളൊക്കെ പറയാണ്. ദയ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്, ശബരി അറിഞ്ഞുകൊണ്ടാണോ അവൾ ഇത് ചെയ്തതെന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യുന്ന അനുചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ശബരി ചോദിക്കുക. ഇല്ല ശബരി, പക്ഷേ ഇതെങ്ങാനും കയറി വൈറലായ ആകെ പ്രശ്നമാവും. നിനക്കറിയാലോ, നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ കൊണ്ട് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശബരി ഫോൺ വെക്കാം കേട്ടോ. എന്നിട്ട് ദയ പിന്നീട് റൂമിലേക്ക് കയറി വരാൻ പോകുമ്പോഴേക്കും ശബരി അങ്ങോട്ട് ചെന്നു കേട്ടോ. അപ്പം വാസന്തി ചേച്ചിയും വനിതയും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ദയ, നീ ഞാൻ പറഞ്ഞത് കേൾക്കാതെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തല്ലേ? ഈ ഞാൻ അതിനൊരു കമൻ്റ് ഇട്ടെന്നേ ഉള്ളൂ. അത് സാധാരണയല്ലേ, സോഷ്യൽ മീഡിയയിൽ പലരും പല വീഡിയോയും ഇടില്ലേ, അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നത് സ്വാഭാവികമല്ലേ, അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ദയ പറയാം കേട്ടോ. എൻ്റെ പൊന്ന് ദയേ, നീ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് വലിയ പ്രശ്നമാവും. നീ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഓ എന്ത് പ്രശ്നമാവാനാന്ന് വാസനി ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ ദയ സത്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ അതെ ശബരിയേട്ടാ, ഞാനതിൽ കള്ളമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദയേ, ഇങ്ങനെ ചെയ്തതിലൂടെ കൂടി നീ ആ സുശീലാൻ്റിയെ മാത്രമല്ല നിൻ്റെ ചേച്ചിയും കൂടി അപ്പോൾ പ്രശ്നത്തിലാവുന്നത്. നിൻ്റെ ചേച്ചി അപ്പോൾ ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു എന്നാവില്ലേ നാട്ടിലൊക്കെ പ്രചരിക്കുക? ആ അങ്ങനെ തന്നെയാണല്ലോ, അത് തന്നെയല്ലേ യാഥാർത്ഥ്യം. എൻ്റെ ചേച്ചി എല്ലാ കഥകൾ തന്നെയല്ലേ പറഞ്ഞത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് സത്യമാണെന്ന് ശബരിയേട്ടന് തോന്നിയോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇത് വലിയ പ്രശ്നത്തിനായിരിക്കും തിരികൊളുത്തുന്നത്. ഓ എന്ത് പ്രശ്നമാണ് എൻ്റെ ശബരി? ഏറിപ്പോയാൽ സുശീലയെ ഇനി മത്സരിപ്പിക്കില്ല, അവരുടെ സ്ഥാനാർത്ഥിത്വം പോവും. അത് തന്നെ, അതല്ലേ വേണ്ടതെന്ന് ദയം ചോദിക്കുകയാണ്. ഓ അപ്പോൾ വാസന്തേച്ചി ആയിരുന്നല്ലേ ഇതിൻ്റെ പിറകിൽ? ഓ സുശീലാൻ്റി സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ അടുത്ത ചാൻസ് പിന്നെ വാസന്തി ചേച്ചിക്കാണല്ലോ, അതാണല്ലേ ഇവിടുത്തെ പദ്ധതി എന്ന് ശബരി ചോദിക്കാം കേട്ടോ. ആ അത് നല്ല കാര്യമല്ലേ ശബരിയേട്ടാ, ആ സുശീല തള്ളയേക്കാൾ എന്തുകൊണ്ട് നല്ലത് വാസന്തി ചേച്ചിയല്ലേ? ആ അതേന്ന് വാസന്തിയും പറയാം കേട്ടോ. എന്നാലും എൻ്റെ ദയ, നീ ചെയ്തത് കാരണം നിൻ്റെ ചേച്ചീൻ്റെ ജീവിതത്തിലാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഒരു പ്രശ്നവുമില്ല, ഞാൻ സത്യം മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ സുശീലാൻ്റിയുടെ സ്വഭാവം നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് കള്ളമാണെന്നും അനിയത്തിയായ ദയാണ് സത്യം പറഞ്ഞതും ഞാനാണ് സത്യസന്ധയെന്നും നാട്ടുകാർ മുഴുവൻ അറിയും. അതിനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത്. എന്തായാലും അതുമൂലം എന്ത് ദോഷം ഉണ്ടാവാനാ? എൻ്റെ പൊന്ന് ദയേ, ഇപ്പം നിൻ്റെ ചേച്ചിയും സുശീലാൻ്റിയും നല്ല രീതിക്കാണ് പോകുന്നതെങ്കിൽ എന്തിനാ നീയായിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സുശീല എന്ന് പറയുന്ന ആ തള്ള ഇതുപോലെ ഒരു സ്ഥാനത്തെത്തിയെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, അതും കള്ളം പറഞ്ഞുകൊണ്ട്. ഇത്രകാലം അവർ എന്തൊക്കെ ദ്രോഹങ്ങളാണ് എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്തതെന്ന് ശബരിയേട്ടൻ അറിയില്ലേ? അതുകൊണ്ട് ശബരിയേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കുണ്ട്, അതിലാരും കൈ കടത്തണ്ടെന്ന് പറഞ്ഞിട്ട് ദയ അകത്തേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പം എന്തായിരിക്കും വരുന്നതെന്ന് കണ്ടറിയാം. രാവിലെ സുശീല നേരം വെളുത്ത് എണീക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് താൻ പുറത്തായതായിരിക്കും അറിയാൻ പോകുന്നത്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.